ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണമുള്ളതും വെറൈറ്റിയുമായ ഒരു പാലക് ദോശ ഉണ്ടാക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ കപ്പിന് 1 കപ്പ് പച്ചരിയും പിന്നെ ഈ കപ്പിന് 1/2 കപ്പ് ചെറുപയറും കൂടി ഒരുമിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതുക്കാൻ വേണ്ടി വയ്ക്കാം. നാല് മണിക്കൂർ നമുക്കിത് കുതുക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ആ പച്ചരിയും ചെറുപയറും കൂടി നമ്മൾ കുതുക്കാൻ വെച്ചിരുന്ന് കുതിർന്ന് ഞാനൊരു ജാറിൽ അതിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചരുവത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം പാലക്ക് എടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളക്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. പാലക്ക് ഞാൻ നല്ലതുപോലെ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ടിട്ട് അരച്ചാലും മതി. പിന്നെ ആ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ ഇറുത്ത് കളഞ്ഞിട്ട് 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്കത് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ പാലക്കിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, സവാള, ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അരി അരച്ചതും പാലക്ക് അരച്ചതും കൂടി ഇപ്പോൾ നമുക്ക് തവിയിട്ട് മിക്സ് ചെയ്യേണ്ട. നമുക്ക് ദോശ ചുടാൻ സമയത്ത് സ്വല്പം ഉപ്പിട്ട് നമുക്കത് തവി കൊണ്ട് ഇളക്കിയാൽ മതി. നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യാം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മാവ് നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇടാം. അതിനുവേണ്ടി ഞാനൊരു തവ അടപ്പേ വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സ്വല്പം എണ്ണ തൂത്ത് കൊടുക്കാം. പാലക്ക് ദോശ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പാലക്ക് അവർ കഴിച്ചില്ലെങ്കിൽ നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അത് അവർ കഴിച്ചുകൊള്ളും. നന്നായിട്ടൊന്ന് കലക്കി നമുക്ക് ഈ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ദോശമാവിൽ നമ്മൾ ചെറുപയറൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് ഈ ദോശ കഴിക്കുമ്പോൾ വളരെയധികം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പാലക്കിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 100% അയൺ അടങ്ങിയതാണ്. ഡയബറ്റീസ് ഉള്ളവർക്കും BP ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കുവാനും ഒക്കെ ഏറ്റവും നല്ലതാണ് പാലക്ക്. നമ്മുടെ ദോശ വെന്ത് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കിയെടുക്കാം. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് വളരെ ഇഷ്ടപ്പെടും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് താമസമൊന്നുമില്ല. ഇനി ഞാൻ ബാക്കിയുള്ള മാവ് കൂടി അതുപോലെ കോരി ഒഴിച്ച് ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാലക് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളതാണ്, വെറൈറ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഒരു വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.